World's greatest wedding collection. Emmanuel Silks, M Space Shopping Center, Mele Patambi. തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡിന്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മോഹസിൻ MLA. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതായും MLA പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡിന്റെ നവീകരണം നബാർഡ് ധനസഹായത്തോടെയാണ് നടപ്പാക്കുന്നത്. 2021 പ്രവൃത്തികൾ തുടങ്ങിയത്. എന്നാൽ ഇതുവരെയും റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാനായിട്ടില്ല. പലതവണ കരാറുകാരന് നോട്ടീസ് നൽകിയതാണ്. നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലെ കരാർ റദ്ദാക്കി പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിക്കാനാണ് ആലോചിക്കുന്നതെന്നും മുഹമ്മദ് മോഹസിൻ MLA താലൂക്ക് വികസന സമിതി യോഗത്തിൽ വ്യക്തമാക്കി. പ്രധാനപ്പെട്ട കാര്യം തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡ് നേരത്തെയൊക്കെ പറഞ്ഞതാണ്. വളരെ അവൾ ഫണ്ട് അനുവദിച്ചു, നബാർഡിന്റെ ഫണ്ടായിരുന്നു. ഫണ്ട് അനുവദിച്ച ആദ്യഘട്ടം കരാറുകാർ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം പൈപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു, അത് സോൾവ് ചെയ്തു. പൈപ്പിന്റെ റീസ്റ്റോറേഷൻ വർക്കും അവർ ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ കരാറുകാരൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. നീട്ടിക്കൊണ്ടതിന് മാത്രമല്ല, ആ ഫണ്ടിന്റെ കാലാവധിയുടെ സമയം കൊണ്ട് തീർക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ കരാറുകാരനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണോ വീഴ്ച വരുത്തിക്കുന്നത് അവർക്കും എതിരെ നടപടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ നോട്ടീസ് കഴിഞ്ഞ വികസന സമിതിക്ക് ശേഷം കൊടുത്തിരുന്നു. അപ്പോൾ കരാറുകാരൻ ബോധപൂർവം വീഴ്ച വരുത്തിയതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് കരാറുകാരനെ നടപടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കരാറുകാരനെ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റ് മറ്റൊരു തരത്തിൽ റീകൺട്രോൾ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കരാറുകാരന്റെ അപ്പീല് പോയിട്ടുണ്ട്. എന്നിരുന്നാലും കരാറുകാരൻ സമയബന്ധിതമായി ചെയ്യാത്തതുകൊണ്ട് വന്ന വീഴ്ചയാണ്. നമ്മൾ ഫണ്ട് അനുവദിച്ച എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും അനന്തമായി നീട്ടിക്കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കരാറുകാരെ മിക്കവാറും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും, അതല്ലെങ്കിൽ കാരണം കാണിക്കുന്ന പറഞ്ഞപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ നടപടി മാറ്റുന്നുണ്ടെങ്കിൽ കരാറുകാരൻ സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടം വരുത്തിയത് കൂടെ ചെയ്ത് തീർക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നിലവിലെ അതിന്റെ സ്റ്റേജിൽ എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയാം. പട്ടാമ്പി കുളപ്പുളിപ്പാതയിലെ റോഡ് നവീകരണം പുരോഗമിച്ചു വരികയാണ്. വാടാനംകുറിശി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡിന്റെ കാര്യത്തിലും ഉടൻ തീരുമാനമാകുമെന്നും MLA സൂചിപ്പിച്ചു. പട്ടാമ്പി ടൗണിൽ നവീകരണം ആരംഭിക്കണമെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് സർവേ നടത്തിയുള്ളൂ. സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന് കയ്യേറ്റുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് വാട്ടർ അതോറിറ്റി അത് പണി നടത്താൻ പറ്റുള്ളൂ. വാട്ടർ അതോറിറ്റി പണി കഴിഞ്ഞാലാണ് നമുക്ക് റോഡ് പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു തടസ്സം കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് വർക്ക് ഇവിടെ കിടക്കാത്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതൊന്ന് സർവേ നടത്തി തന്നെ എൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് തന്നാലാണ് നമുക്ക് വാട്ടർ അതോറിറ്റിക്ക് പണി തുടങ്ങാൻ പറ്റുള്ളൂ. കുളപ്പുള്ളി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. വാടാനംകുറിശിയിൽ വലിയ ദുരിതമാണ് ഇതുമായി ഉണ്ടാകുന്നതെന്നും ആക്ഷേപമുയർന്നു. വിളയൂർ പഞ്ചായത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന്റെ മുന്നിലാണ് വലിയൊരു പൈപ്പ് പൊട്ടിയിട്ട് 2 ദിവസം അങ്ങനെ വെള്ളം പോയി. ഇപ്പോൾ അത് ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ വന്ന് നമ്മൾ വിളിച്ച് പറയാനിട്ടല്ല, പക്ഷെ അതിന്റെ ചെറിയൊരു പൈസ വന്നു നമുക്ക് തോന്നുന്നു. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് പണം നൽകുകയാണ്. പിന്നെയെങ്കിലും ഇപ്പോൾ വെള്ളമില്ല, നമുക്കത് മനസ്സിലാവും. കാരണം രണ്ടാൾ താഴ്ചയിലാണ് ആ പൈപ്പ് പോണത്, JCB വേണം ഒക്കെ അറിയാം. പക്ഷെ എങ്കിലും അത് പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ലഹരി മാഫിയക്കെതിരെ കർശന നടപടി വേണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഓർമ്മപ്പെടുത്തി. പകർച്ചവ്യാധികൾ തടയാനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. ഡിജിറ്റൽ റിസർവേയുമായി ബന്ധപ്പെട്ട വിഷയം, ഭൂമി തരം മാറ്റൽ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു. മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ്,
തഹസിൽദാർ ഗിരിജാദേവി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.